പ്രിയങ്കരനായ MLA പാലക്കാട് MLA ശ്രീ ഷാഫി പറമ്പിലിനെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായി രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നടക്കുന്ന സമ്മേളനം കരുനാഗപ്പള്ളിയിലായിരിക്കും. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുവാൻ പ്രിയപ്പെട്ട ഷാഫി പറമ്പിലിനെ ക്ഷണിക്കുകയാണ്. ആ മാർക്ക് ഞാനോടാണ്. ഐക്യദാർഢ്യ സദസ്സ് ഈ ഭാരത് ജോഡോ ന്യായ യാത്ര ഉജ്ജ്വലമായി സംഘടിപ്പിക്കുന്നത് കരുനാഗപ്പള്ളിയിൽ തന്നെയാണ്. ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർക്ക്, അതിന് നേതൃത്വം നൽകുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ബ്ലോക്ക് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിൽ തന്നെ ഇത്തരമൊരു ഇനീഷ്യേറ്റീവുമായി രംഗത്തിറങ്ങിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും പഴയ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റിയുടെ പേരിലും പാലക്കാടിന്റെ പേരിലും ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ ഈ വേദിയിൽ നേരാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയങ്കരനായ CR ഇങ്ങനൊരു പരിപാടിയെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ, പങ്കെടുക്കണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ വളരെയധികം സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് പങ്കെടുത്തത്. 2 കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒന്നാമത്തെ കാരണം, രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി ഐക്യദാർഢ്യപ്പെടുക എന്നുള്ളത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഏതൊരു പൗരനെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു എളിയ പൊതുപ്രവർത്തകനാണ് ഞാൻ. രണ്ടാമത്തെ കാര്യം, തീർച്ചയായിട്ടും കരുനാഗപ്പള്ളിക്കാർ കാത്തുവെച്ച് വിജയിപ്പിച്ചെടുത്ത, ഊതിക്കാച്ചെടുത്ത പൊന്നാണ് പ്രിയപ്പെട്ട CR മഹേഷ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണം. അപ്പൊ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഈ പരിപാടിക്ക് വന്നത്. CR മഹേഷിനെ പാലക്കാട് ഒരു പരിപാടിക്ക് വിളിച്ചാൽ വരില്ല. CR മഹേഷിനെ എറണാകുളത്ത് ഒരു പരിപാടിക്ക് വിളിച്ചാൽ വരില്ല. CR മഹേഷ് ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആകെ സംസ്ഥാന സമ്മേളനത്തിനാണ് ആകെ വന്നിട്ടുള്ളത്. അല്ലാത്ത ഏത് പരിപാടിക്ക് വിളിച്ചാലും വരില്ല. ഈ കാന്തം ഒട്ടിപ്പിടിച്ചതുപോലെ കരുനാഗപ്പള്ളിയുമായി ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് നിങ്ങളുടെ MLA എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അയാള് അങ്ങനെ ഇവിടെ മാത്രം നിൽക്കേണ്ട ഒരാളല്ല എന്നുള്ള അഭിപ്രായം കൂടെ പറയാനാണ് ഞാൻ വന്നത്. സംസ്ഥാന തലത്തിൽ തന്നെ സംസ്ഥാന തലത്തിൽ തന്നെ പാർട്ടി ഉപയോഗപ്പെടുത്തേണ്ട ഒരു നേതാവാണ്. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ നിങ്ങളൊന്ന് വിട്ടുതരണമെങ്കിൽ നിങ്ങൾ പറയണം, അയാൾ നമ്മൾ വിളിച്ചപ്പോ വന്നതാണ്, അപ്പൊ MLA അയാൾ വിളിച്ചാലും പോണമെന്ന് നിങ്ങൾ പറയണം. പറയോ? വാക്കാണ്. അപ്പോ മണ്ഡലം വളരെ നന്നായി ശ്രദ്ധിക്കുന്ന, നിയമസഭയിലും നിയമസഭക്കകത്തും പുറത്തും ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനകീയ MLA-മാരുടെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് പ്രിയപ്പെട്ട CR മഹേഷ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും ഞാൻ അഭിവാദ്യങ്ങൾ നേരുന്നു. പ്രിയപ്പെട്ട രാജേട്ടൻ ഉൾപ്പെടെയുള്ള രാമചന്ദ്രനുടെ ഒരുപാട് നേതാക്കന്മാർ നമ്മളോടൊപ്പം ഈ വേദിയിലുണ്ട്. ഞാൻ എല്ലാവരെയും അഭിവാദ്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രയുമായി ഐക്യദാർഢ്യപ്പെടുക എന്നുള്ളത് ഒരു ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ മാതൃകാപരമായ പ്രവർത്തനവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഈ പ്രവർത്തനങ്ങൾ ഈ നാടാകെ വ്യാപിപ്പിക്കേണ്ടതാണ് എന്ന കാര്യത്തിന് സംശയം വേണ്ട. ഈ ഹൈവേയിലൂടെയാണ് ഭാരത് ജോഡോ യാത്ര കടന്നുപോയത്. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ അഭിവാദ്യം ചെയ്തിട്ടാണ് ആ മനുഷ്യൻ കാൽനടയായി ഇന്ത്യയുടെ മണ്ണിൽ 4000 കിലോമീറ്റർ പിന്നിട്ടത്. കാൽനടയായിട്ട് അദ്ദേഹം മാസങ്ങൾ ഇന്ത്യയുടെ തെരുവോരങ്ങളിലൂടെ നടന്നു. ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിച്ചു. 10,000-കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ ജാഥയുടെ ഭാഗമായി. ലക്ഷക്കണക്കിനായ ആളുകൾ അദ്ദേഹത്തിന്റെ ജാഥയുടെ കൂടെ പല കോണുകളിലായി നടന്നു നീങ്ങി. കോടിക്കണക്കിന് ആളുകൾ ആ യാത്ര വീക്ഷിച്ചു. ആ കന്യാകുമാരിയിൽ തുടങ്ങി കശ്മീർ വരെ പിന്നിട്ട ആ മഹായാത്ര സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ മുന്നേറ്റങ്ങളിൽ ഒന്നായിരുന്നു. ഒരൊറ്റ കാര്യം, അത് BJP-ക്കാരൻ രഥയാത്ര നടത്തിയതുപോലെ നാട്ടിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനല്ല, നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വിഭാഗീയത വളർത്താനല്ല, നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വിരോധമുണ്ടാക്കാനല്ല, വിദ്വേഷം കുത്തുവെക്കാനല്ല, ഈ രാജ്യത്തെ ജനങ്ങളോട് ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞ ഒരു നേതാവ് അത് ഇന്ത്യയുടെ മണ്ണിൽ ഇപ്പോഴുള്ളത് രാഹുൽ ഗാന്ധിയാണ് എന്നുള്ളത് ഈ നാട്ടിലെ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കെല്ലാം ബോധ്യമുള്ള കാര്യം തന്നെയാണ്. മറ്റേതൊരു നേതാവിനാണ് രാജ്യത്തെ ഐക്യത്തെക്കുറിച്ച് ഇതുപോലെ സംസാരിക്കാൻ കഴിയുന്നത്? മറ്റേതൊരു പ്രസ്ഥാനത്തിനാണ് കശ്മീർ മുതൽ കന്യാകുമാരി വരെ നടക്കാൻ കഴിയുന്നത്? മറ്റാർക്കാണ് മണിപ്പൂരിന്റെ വെന്തു നേറുന്ന ആ മണ്ണിൽ നിന്ന് രാജ്യത്തെ ജനങ്ങളോട് ഐക്യപ്പെടാൻ ആഹ്വാനമായി ആ മണ്ണിലൂടെ നടന്നു നീങ്ങാൻ കഴിയുന്നത്? മണിപ്പൂര് കത്തിയമർന്നപ്പോ, മണിപ്പൂരിൽ വംശീയ കലാപത്തിന് ഭരണകൂടം നേതൃത്വം നൽകിയപ്പോ അതിനെ തടുത്തു നിർത്താൻ ശ്രമിക്കാതെ, അതിനെ തടയിടാൻ ശ്രമിക്കാതെ ആ വർഗീയ വംശീയ കലാപം അതാളി പടരട്ടെ എന്ന് തീരുമാനിച്ച ഭരണകൂടത്തിന്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രി, ആ പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിന്റെ മണ്ണിലേക്കൊന്ന് ചെല്ലാൻ സമയമുണ്ടായില്ല. മണിപ്പൂരിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിക്കാൻ
വേണ്ടി കടന്നു ചെന്നത്? ആരാണ് അവരോട് ആശ്വാസ വാക്കുകൾ പറഞ്ഞത്? ആരാണ് അവരോട് ഒരുമിച്ച് നിൽക്കാൻ പറഞ്ഞത്? ആരാണ് അവരോട് തമ്മിലടിക്കരുതെന്ന് പറഞ്ഞത്? ആരാണ് അവരോട് ഒരുമിച്ച് നിന്ന് പൊരുതാൻ പറഞ്ഞത്? ആരാണ് അവരെ ചേർത്ത് നിർത്തിയത്? ആരാണ് അവർക്കിടയിൽ അകലം പാലിക്കാതിരുന്നത്? ആരാണ് നിരന്തരമുള്ള നിങ്ങളുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളുടെ റിപ്പീറ്റഡ് വാണിംഗുകൾ ഉണ്ടായിട്ടും അതിനെയൊന്നും വകവെക്കാതെ ജനങ്ങൾക്കിടയിൽ പാലമായി പ്രവർത്തിക്കാൻ ഇന്ത്യയുടെ മണ്ണിൽ ജനാധിപത്യത്തെ അംഗീകരിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ, ഇന്ത്യയുടെ മണ്ണിൽ മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരുമല്ല എന്നുള്ളത് അനുഭവം കൊണ്ട് നമ്മൾ പഠിച്ചതാണ്. 2014 അധികാരമേൽക്കുമ്പോ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ മുഴുവൻ വാക്കുകളും ഈ ഭരണകൂടം മറന്നുപോയിട്ടുണ്ട്. 40 രൂപക്ക് പെട്രോൾ തരാമെന്ന് പറഞ്ഞവർ ഇപ്പൊ പറയണം എവിടെയാണ് 40 രൂപക്ക് പെട്രോള്? 400 രൂപക്ക് ഗ്യാസ് തരാമെന്ന് പറഞ്ഞവർ ഇപ്പൊ പറയണം എവിടെയാണ് 400 രൂപക്ക് ഗ്യാസ് കിട്ടുന്നത്? 50 രൂപക്ക് ഡീസൽ തരാമെന്ന് പറഞ്ഞവർ ഇപ്പൊ പറയണം എവിടെയാണ് ഇന്ത്യയുടെ മണ്ണിൽ 50 രൂപക്ക് ഡീസൽ കിട്ടുന്നത്? 40 രൂപക്ക് ഒരു അമേരിക്കൻ ഡോളർ വിനിമയ നിരക്കിലേക്ക് എത്തുമെന്ന് പറഞ്ഞവർ അവർ പറയണം എവിടെയാണ് 40 രൂപക്ക് ഒരു അമേരിക്കൻ ഡോളർ കിട്ടുന്നത്? ഒരു വർഷം 2 കോടി തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞവർ അവർ പറയണം ഏത് ചെറുപ്പക്കാരനാണ് ഈ നാട്ടിൽ ഈ 2 കോടി തൊഴിലവസരങ്ങളുടെ ഭാഗമായി തൊഴിൽ കിട്ടിയിട്ടുള്ളത്? ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് മേലുനടിക്കുന്ന ആളുകൾ അവർ പറയണം ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്തേക്കാൾ എവിടെയാണ് നിങ്ങൾക്ക് ഈ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുള്ളത്? ഇവിടെ നോട്ടുകൾ നിരോധിച്ചപ്പോ അതിന്റെ ഗുണം 50 ദിവസം കൊണ്ട് ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്നെ പച്ചക്ക് കത്തിച്ചോളൂ എന്ന് പ്രസംഗിച്ച നരേന്ദ്രമോദി പറയണം നിരോധിക്കപ്പെട്ട നോട്ടുകളുടെ 100% ഒരു അതിലധികം ഇന്ത്യയുടെ ബാങ്കുകളിലേക്ക് തിരിച്ചു വന്നപ്പോ അതിന്റെ പേരിൽ നഷ്ടപ്പെട്ട ജീവനുകൾ, പൊളിഞ്ഞുപോയ ജീവനുകൾ, ആ ജീവനുകൾക്ക് ആരാണ് മറുപടി പറയാനുള്ളത്? ചൈനയ്ക്ക് നേരെ എന്റെ ചുവന്ന കണ്ണുകൾ ഞാൻ കാണിക്കും എന്ന് പറഞ്ഞവർ ചൈന ഈ രാജ്യത്തിന്റെ അതിർത്തി ഭേദിച്ച് നമ്മുടെ ഉള്ളിൽ ഗ്രാമങ്ങൾ കെട്ടാൻ തുടങ്ങിയപ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് തടയാനായിട്ട് ശ്രമിച്ചത്? ശ്രീലങ്കയുമായുള്ള ബന്ധം അത് വഷളാക്കിയത്, നേപ്പാളുമായുള്ള ബന്ധം അത് വഷളാക്കിയത്, ഈ ചുറ്റുവട്ടത്തുള്ള മുഴുവൻ രാജ്യങ്ങളും ഇന്ത്യക്ക് അനുകൂലമായിരുന്നതിനെ അതിനെ മറിച്ചു ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് ഈ ഭരണകൂടത്തിന്റെ പരാജയമല്ലാതെ എന്നാണ്. നിങ്ങൾക്ക് വർഗീയതയല്ലാതെ, നിങ്ങൾക്ക് വിദ്വേഷമല്ലാതെ, നിങ്ങൾക്ക് കുത്തുത്തിരിപ്പല്ലാതെ, തമ്മിലടിപ്പിക്കാനല്ലാതെ നാട്ടിലെ ജനങ്ങളെ, അവരുടെ ക്ഷേമത്തെ, അവരുടെ നന്മയെ കരുതി എന്ത് പ്രവർത്തനമാണ് ഈ മണ്ണിലെ ജനങ്ങൾക്ക് വേണ്ടി നടത്തിയത് എന്ന ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ ഇവർക്ക് സാധിക്കുമോ? നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഇവർക്ക് സാധിക്കുമോ? ഇവർ പള്ളിയെ പറ്റി പറയും, ഇവർ അമ്പലത്തെ പറ്റി പറയും, ഇവർ ചർച്ചിനെ പറ്റി പറയും, ആളുകളുടെ വിശ്വാസത്തെ പറ്റി പറയും, ഇവർ ദൈവങ്ങളെ പറ്റി പറയും. അത് ഭക്തി കൊണ്ടല്ല, അത് ദൈവങ്ങളോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് വിശ്വാസത്തിന്റെ അടിത്തറ കൊണ്ടുമല്ല. ജനങ്ങൾക്ക് ഇവിടുത്തെ ഒരു വാക്കും പാലിക്കാൻ കഴിയാതെ വരുമ്പോ വിശ്വാസത്തിന്റെയും വർഗീയതയുടെയും പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുന്നു. ഞങ്ങളെ രാമഭക്തി പഠിപ്പിക്കുകയാണോ? സ്വന്തം വെടിമാറിൽ വെടിയുണ്ട ഏറ്റുവാങ്ങേണ്ടി വന്ന് ഈ മണ്ണോട് ചേരുമ്പോഴും രാമനെ വിളിച്ച രാമെന്ന് പറഞ്ഞ ഗാന്ധിജിയുടെ പ്രസ്ഥാനത്തെ രാമഭക്തി പഠിപ്പിക്കാൻ നരേന്ദ്രമോദി 1000 ജന്മമെടുത്താലും സാധിക്കില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ നാഥുറാം ഗോഡ്സെയുടെ രാമന്റെ ഒപ്പമല്ല, നമ്മൾ ഹേ രാമന് രാമനൊപ്പമാണ് എന്നുള്ളത് ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ അവരൊരേ സ്വരത്തിൽ പറയുന്നു. ഗോഡ്സെയുടെ ആരാധകരെ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. വിരോധങ്ങൾ നിങ്ങൾ അറിയണം, വിദ്വേഷങ്ങൾ നിങ്ങൾ അറിയണം. കേരളത്തിന്റെ, ഇന്ത്യയുടെ കലാലയങ്ങളിലൂടെ അതിനെ പടർത്തിയാടാൻ ശ്രമിക്കുന്നു. അത്ര അപകടകരമായ സാഹചര്യത്തിലൂടെ ഈ നാട് മുന്നോട്ട് പോവുകയാണ്. ഈ നാടിലെ ജനങ്ങളെ തമ്മിലടുപ്പിക്കുക എന്നുള്ളത് മാത്രമായി അതിന്റെ അജണ്ടകൾ ഇവിടുത്തെ ഭരണകൂടത്തെ മാറുന്നു. ആരാധനാലയങ്ങൾ പരസ്പരം ആളുകളെ തമ്മിലടുപ്പിക്കാനുള്ള വേദികളായി മാറുന്നു. അതിന്റെ അന്വേഷണങ്ങളും അതിന്റെ സർവേകളും അതിന്റെ ഇടപെടലുകളും ഒക്കെ ഈ പറയുന്ന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം അത് വിശ്വാസത്തിന്റെ ഭാഗമല്ല. അവർക്ക് വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരു മതങ്ങളോടുള്ള വിരോധമാണെങ്കിൽ അതല്ല ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിലെ ഹിന്ദു ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിലെ മുസ്ലിം ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിലെ ക്രിസ്ത്യാനി ആഗ്രഹിക്കുന്നത്. നിങ്ങൾ കണ്ടതാണ് മധ്യപ്രദേശിലെ ചർച്ചിന്റെ മുകളിൽ, ആ ചർച്ചിന്റെ മുകളിൽ RSSന്റെ സംഘപരിവാറിന്റെ കൊടികെട്ടുന്നത് നിങ്ങൾ കണ്ടതാണ്. അവരവസരം കിട്ടിയാൽ അവരെവിടെയും അത്തരത്തിൽ കൊടികെട്ടാൻ കാത്തിരിക്കുന്നു. അതാണ് പ്രിയമുള്ളവരെ രാഹുൽ ഗാന്ധി ഇന്ത്യയിലെ ജനങ്ങളോട് പറയുന്നത്. നിങ്ങൾ ഒരുമിക്കണം. രാഷ്ട്രീയ നീതി വേണം, രാഷ്ട്രീയ നീതി വേണം, ജനാധിപത്യ നീതി വേണം, മതേതരത്വ നീതി വേണം,
സാമ്പത്തിക നീതി വേണം. ഇന്ത്യയിലെ ജനങ്ങൾക്ക് ജീവിക്കണം, നാട്ടിലെ സാധാരണക്കാർക്ക് ജീവിക്കണം. അവന്റെ കുടുംബത്തിന്റെ അടുപ്പിൽ തീ പുകയണം. അവൻ അവകാശങ്ങൾ വേണം. ഇവിടുത്തെ കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് കടം ഈ ഗവൺമെന്റ് എഴുതിത്തള്ളും. അംബാനിമാരുടെയും മൊലാലിമാരുടെയും വളർച്ച, അതാണ് രാജ്യത്തിന്റെ വളർച്ച എന്ന് പറയും. കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളിയ കോൺഗ്രസിന് മാറ്റി നിർത്തി ഈ ഗവൺമെന്റിനെ കൊണ്ടുവന്ന ജനതയെ അറിയണം. കർഷകന്റെ വായ്പ എഴുതി തള്ളില്ല, കോർപ്പറേറ്റുകളുടെ വായ്പ എഴുതി തള്ളും, പാവപ്പെട്ടവന്റെ വായ്പ എഴുതി തള്ളില്ല, വൻകിട മുതലാളിമാരുടെ വായ്പകൾ എഴുതി തള്ളും. നിങ്ങളുടെ ഈ മുന്നിലിരിക്കുന്ന ഏതെങ്കിലും സാധാരണക്കാരന് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ ഇതുവഴി കിട്ടിയതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും അവകാശപ്പെടാൻ സാധിക്കുമോ? അതിന്റെ ഒരു ചരിത്രവും ആർക്കും പറയാനില്ല. അവിടെയാണ് രാഹുൽ ഗാന്ധി ജീവൻ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ വനിതാ സ്നേഹം, വനിതാ സംരക്ഷണം പ്രസംഗിക്കും. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക്സ് മെഡൽ നേടിയ ആളുകളുടെ എണ്ണം 10-21 ആകെ വരുന്നത്. ഇൻഡിവിജ്വൽസ് ഹോക്കി എന്ന ടീം ഗെയിം നിർത്തിയാൽ ആകെ വരുന്നത് അത്രയും എണ്ണം മാത്രമാണ്. അതിൽ വെറും 7 വനിതകളാണുള്ളത്. വെറും 7 വനിതകൾ. ആ 7 വനിതകളിൽ ഒരാളാണ് സാക്ഷി മാലിക്. 2016 റിയോ ഒളിമ്പിക്സിൽ ഗുസ്തിയിൽ പങ്കെടുത്ത് ഇന്ത്യയുടെ ദേശീയ ഗാനം ആ ഒളിമ്പിക് വേദിയിൽ ഉയർന്നു കേൾക്കുമെന്ന് ഉറപ്പുവരുത്തിയ സാക്ഷി മാലിക്. നിങ്ങൾക്കറിയാം, 2016 ഇന്ത്യയുടെ ദേശീയ പതാക ഒരു ഒളിമ്പിക് വേദിയിൽ ഉയർന്നു കേൾക്കുമെന്ന് ഉറപ്പുവരുത്തിയ സാക്ഷി മാലിക്. ആ സാക്ഷി മാലിക്കിന്റെ റെസ്ലിംഗ് ഫെഡറേഷന്റെ തലപ്പത്ത് ഒരു BJP-കാരനായ MP അവിടെ പാവപ്പെട്ട ഗുസ്തി താരങ്ങൾ, വനിതകൾ, പെൺകുട്ടികൾ അവർക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയപ്പോ അയാൾ അതിന്റെ തലപ്പത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ഡൽഹിയുടെ തെരുവോരങ്ങളിൽ മഞ്ഞിലും വെയിലിലും അവർക്ക് സമരം നടക്കേണ്ടി വന്നു. അവസാനം ഇന്ത്യക്ക് ഒളിമ്പിക് മെഡൽ നേടിയ ഒരു പെൺകുട്ടി സ്വന്തം റിംഗിലെ ബൂട്ട് അത് മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ട് പറഞ്ഞു, ഐ ക്വിറ്റ്, ഞാൻ രാജിവെക്കുന്നു, എനിക്ക് ഇനി റെസ്ലിംഗുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല ഈ ഗവൺമെന്റിന്റെ കീഴിൽ എന്ന് പറയുമ്പോ എവിടെയാണ് മോഡിയുടെ, എവിടെയാണ് ഷായുടെ ഈ പറയുന്ന സ്ത്രീ സംരക്ഷണ മുദ്രാവാക്യം? ഈ നാട്ടിലെ ജനങ്ങൾ ആലോചിച്ചു നോക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഈ നേതാക്കന്മാരെല്ലാവരും ഇവിടെ പ്രസംഗിക്കാനുണ്ട്. അവിടെ മോഡി ചെയ്യുന്നത് കണ്ട് ആവേശം കയറി ഇവിടെ താടി വെക്കാത്ത, കോട്ടിടാത്ത വേറൊരു മോഡി ഇറങ്ങിയിട്ടുണ്ട്. ആ മോഡിയോടും പറയുന്നു, നിങ്ങളുടെ ഒരു ഭരണാധികാരിയുടെ മുമ്പിലും പേടിച്ചു മുട്ടുമടക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് പ്രസ്ഥാനം ഒരുക്കമല്ല എന്ന് ആർജവത്തോടെ പറയാൻ ഈ നാട്ടിലെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം എന്ന നിലക്ക് തന്നെ ശ്രമിക്കുക. നമ്മുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയൊക്കെ തല തല്ലി പൊളിക്കുക, ഹെൽമെറ്റ് കൊണ്ട് അടിക്കുക, ചെടിച്ചട്ടി കൊണ്ട് അടിക്കുക, പോലീസിന്റെ ചാരത്തിലുള്ള ഗുണ്ടകൾ അവിടെ വണ്ടിയിൽ നിറങ്ങിയിട്ട് ആളുകളെ ക്രൂരമായി ആലപ്പുഴയിലെ മാർച്ച് സിയാറാണ് ഉദ്ഘാടനം ചെയ്തത്. ആ പ്രവീണൊക്കെ നടത്തിയ മർദ്ദനം. എന്നിട്ട് ആ മർദ്ദനത്തെ പറ്റി പറയുമ്പോ ഒരാൾ എഴുന്നേറ്റ് നിന്ന് സഭയ്ക്കകത്തും പുറത്തും പറയാണ്, അതെന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന്. പത്രസമ്മേളനം നടത്തുമ്പോൾ ഒരാൾ വന്നിട്ട് പറയാ അത് ജീവൻ രക്ഷാ ദൗത്യമാണ് എന്നുള്ളത്. പിണറായി വിജയനോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള മഹാരഥന്മാരിരുന്ന ആ മുഖ്യമന്ത്രി കസേരയിൽ ഇപ്പൊ ഇരിക്കുന്നത് മുഖ്യമന്ത്രിയല്ല, ഒരു മുഖ്യ ഗുണ്ടയാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അധികാരത്തിന്റെ തിണ്ണുമടക്ക് വെച്ച് എതിർക്കുന്നവനെ, ചോദ്യം ചെയ്യുന്നവന് അങ്ങനെ മൂക്കിൽ കയറ്റി രാജാവായി ഇവിടെ നാട് ഭരിക്കാമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടെങ്കിൽ അതിന് നടപടിയാവില്ല. നിങ്ങളുടെ ഗുണ്ടകൾക്ക് കൊടുത്ത ഗുഡ് സർവീസ് എൻട്രി അതുപോലെ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെ ചീട്ട് കീറിയിരിക്കുന്നു. നിങ്ങൾ അവരെ ദൂരെ കളയുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയം വേണ്ട. ജനങ്ങൾ നീതി ആഗ്രഹിച്ച് നടത്തുന്ന പോരാട്ടത്തിന് ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഉജ്ജ്വലമായ ഐക്യദാർഢ്യമായി രാഹുൽ ഗാന്ധി നാടിനു വേണ്ടി നടത്തുന്ന, ഭാരതത്തിന് വേണ്ടി നടത്തുന്ന ഉജ്ജ്വലമായ മണിപ്പൂർ മുതൽ മുംബൈയുടെ മണ്ണിലേക്ക് ഗുജറാത്തിൽ നടന്ന് മുംബൈയുടെ മണ്ണിലൂടെ നടത്തുന്ന ആ ഉജ്ജ്വലമായ ഭാരത് ജോഡോ ന്യായ യാത്രക്ക് നിങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ ഐക്യദാർഢ്യ സദസ്സിന് എല്ലാവിധ ഭാവുകങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി.